ആദ്യമേ ബ്രില്യൻറ്റിൽ വരുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഭയങ്കര ജയിലാണ് അങ്ങനെയൊക്കെ ഒരു തോട്ടിലാണ് വന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു നമുക്ക് മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു വിഷൻ ഉണ്ടായിരുന്നു, ദൈവമേ കഷ്ടപ്പാടായിരിക്കും, അവിടെ ചെന്നാൽ ഇടിഞ്ഞു പൊളിഞ്ഞ ബിൽഡിംഗ് ഒക്കെ ആയിരിക്കും. പക്ഷേ അതെല്ലാം മാറ്റിയത് ഇവിടെ വന്നതിന് ശേഷമാണ്. ഞാൻ +2 കഴിഞ്ഞിട്ട് ഫസ്റ്റ് അപ്രോച്ചായിട്ട് വരുന്ന ബ്രില്യൻറ്റിലേക്കാണ്. +2 വരെ എന്താ പറയുക എൻട്രൻസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ആക്ച്വലി ബേസൊക്കെ വളരെ കുറവായിരുന്നു. അപ്പം നമ്മൾ യൂണിറ്റിന് പഠിച്ചത് നമ്മൾ അത്ര പെട്ടെന്ന് മറന്നു പോകത്തൊന്നും ഇല്ലായിരുന്നു. കാരണം യൂണിറ്റ് എക്സാം കഴിഞ്ഞ് നമ്മൾ അന്ന് തന്നെ വന്നിട്ട് നമ്മൾ ആദ്യം നോക്കുക ബ്രില്യൻറ്റിൻ്റെ കീ റിലീസ് ചെയ്തിട്ടുണ്ടാവും, അതും വിത്ത് വീഡിയോ സൊല്യൂഷനാണ്. ഈ കമ്പൈൻഡ് തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, പല പല ടോപ്പിക് വരുമ്പോൾ നമ്മൾ എല്ലാം ആലോചിച്ചിരുന്ന് ചെയ്യണമല്ലോ. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് അത്ര ശരിയായി വന്നില്ല. NCERT ആണ് സിലബസ് എന്ന് പറഞ്ഞാലും അത് നമ്മൾ മനസ്സിലാക്കിയതിൽ തന്നെ ഡീപ്പ് മീനിങ് ഉണ്ട്. ഇപ്പോൾ അസേർഷൻ ആണെങ്കിലും റീസൺ ആണെങ്കിലും ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കണം എന്നില്ല റീസൺ. അപ്പം ബ്രില്യൻറ്റിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അത് കൂടാണ്ട് ഒരു 10 സെറ്റോളം എക്സ്ട്രാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് കിട്ടും. ടീം ബ്രില്യൻറ്റ് ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഒരു സന്ദർശനം നടത്തി. അവിടുത്തെ 1-ാം വർഷ ലെക്ചർ ഹാളിലേക്ക് ബ്രില്യൻറ്റ് ചെന്നെത്തുമ്പോൾ ബ്രില്യൻറ്റിനെ കാത്തിരുന്നത് അഭിമാനകരമായ ഒരു കാഴ്ചയായിരുന്നു. അവിടുത്തെ 100 MBBS സീറ്റുകളിൽ 80 ബ്രില്യൻറ്റിൽ പഠിച്ച് എൻട്രൻസ് പരിശീലനം നേടിയ വിദ്യാർത്ഥികൾ. കഠിനമായ നീറ്റ് പ്രിപ്പറേഷൻ കാലഘട്ടം അവർ എങ്ങനെ മറികടന്നുവെന്നും ലക്ഷ്യത്തിലേക്ക് എത്താൻ അവർ സ്വീകരിച്ച വഴികൾ എന്തൊക്കെയായിരുന്നുവെന്നും വിദ്യാർത്ഥികൾ നമ്മളോട് സംസാരിക്കുന്നു. ഒപ്പം ഒരു മെഡിക്കൽ കോളേജിലെ അവരുടെ പുതിയ ജീവിത വിശേഷങ്ങളും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിലെത്തുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ OP വാർഡിലാണ്. അതികഠിനമായ നീറ്റ് എക്സാം വളരെ അനായാസം ജയിച്ചു കയറി ഇവിടെ പഠിക്കുന്ന ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്ക് ഒപ്പമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ആദ്യം അവരെ ഒന്ന് പരിചയപ്പെടാം, അവരുടെ എക്സ്പീരിയൻസിലേക്ക് കിടക്കാം. ഞാൻ നെയ്മ, കോട്ടയത്ത് നിന്ന് വരുന്നു. പാലായിലെ Q44 ബാച്ചിലെ വിദ്യാർത്ഥിനിയായിരുന്നു. അടുത്തയാണ്. ഞാൻ ലക്ഷ്മി നന്ദ, കണ്ണൂരിൽ നിന്ന് വരുന്നു. R10 ബാച്ചായിരുന്നു. എൻ്റെ പേര് സ്നേഹ, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. ഞാൻ D ബ്ലോക്ക് ആയിരുന്നു, R33 ബാച്ച്. ഹായ്, ഞാൻ മാർഷൽ, എൻ്റെ വീട് ആലപ്പുഴയിലാണ്. ഞാൻ പാലയിൽ Q36 ബാച്ചിലായിരുന്നു. അപ്പോൾ നമുക്ക് ഇവരുടെ കഴിഞ്ഞ വർഷത്തെ ബ്രില്യൻറ്റിൻ്റെ എക്സ്പീരിയൻസും അതോടൊപ്പം തന്നെ ഇവർ ഇടുക്കി മെഡിക്കൽ കോളേജിലെത്തിയപ്പം ഏതാണ്ട് 7 മാസക്കാലമായി അവരുടെ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ ഇവിടുന്ന് കിട്ടിയ എക്സ്പീരിയൻസും ആ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം നമ്മുടെ ബ്രില്യൻറ്റിലൂടെയുള്ള ആ ഒരു ജീവിതം? ബ്രില്യൻറ്റിൽ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമേ ബ്രില്യൻറ്റിൽ വരുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഭയങ്കര ജയിലാണ് അങ്ങനെയൊക്കെ ഒരു തോട്ടിലാണ് വന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുൾ ഫ്രീഡാണ്, നമുക്ക് പഠിക്കാം, അതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ എങ്കിലും പ്രൊഫസേഴ്സ് ആയാലും കോർഡിനേറ്റേഴ്സ് ആയാലും ഡയറക്ടേഴ്സ് ആയാലും ഒക്കെ ഭയങ്കര അപ്രോച്ചബിൾ ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്തുണ്ടെങ്കിലും പോയി സംസാരിക്കാം. ഫുൾ ഫ്രീ ആണ്. ഹോസ്റ്റലായാലും ഞാൻ പാല ഹൗസിലായിരുന്നു. അപ്പം നമ്മുടെ വാർഡന്മാരും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. നമുക്ക് എന്തുണ്ടെങ്കിലും പോയി സംസാരിക്കാം, ആ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സ് ആയാലും ഒക്കെ വളരെ രസമായിരുന്നു. പിന്നെ പഠിക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിൻ്റെതായ കുറച്ച് സ്ട്രെസ്സൊക്കെ ഉണ്ട്, പക്ഷേ മുന്നോട്ട് അടിപൊളിയായിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ആളോട് ഈ ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ വിശേഷം, ഏതാണ്ട് 7 മാസക്കാലമായി ഇവർ എത്തിച്ചേർന്നിട്ട് ഇതുവരെയുള്ള അവരുടെ ജീവിതം, അവരുടെ ക്ലാസ്സുകളും അതുപോലെ തന്നെ ബാക്കിയുള്ള ക്ലിനിക്കൽ കാര്യങ്ങളും ഒക്കെ നമുക്ക് ചോദിച്ചറിയാം. കോളേജിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് തന്നെ പറയുന്നത് ഇവിടുത്തെ അക്കാഡമിക്സ് ആണ്. കഴിഞ്ഞ കുറേ എക്സാമിനും നമ്മുടെ കോളേജായിരുന്നു ഏറ്റവും മുന്നിൽ അക്കാഡമിക്സിലൊക്കെ നിർണ്ണയിച്ചത്. പഠിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഡിസെക്ഷൻ ആയാലും എല്ലാം നമുക്ക് ശരിക്കും കണ്ടു പഠിക്കാനും ഇപ്പോൾ പ്രൊഫസേഴ്സും എല്ലാം നമ്മൾ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, മൊത്തത്തിൽ അടിപൊളിയാണ് മെഡിക്കൽ കോളേജ്. അപ്പോൾ ഈ നഗരത്തിൻ്റെയൊക്കെ തിരക്കുകളിൽ നിന്ന് വിട്ടിട്ട് വളരെ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് നമ്മുടെ ഇടുക്കി മെഡിക്കൽ കോളേജ് ഉള്ളത്. അപ്പോൾ ആ മെഡിക്കൽ കോളേജിൻ്റെ ലൊക്കേഷനും അതോടൊപ്പം തന്നെ ഇവിടുന്ന് കിട്ടുന്ന സൗകര്യങ്ങൾ, ആ സൗകര്യങ്ങൾ നമുക്ക് നെയ്മയോട് ചോദിച്ചറിയാം. നമ്മുടെ കോളേജ് പറയുകയാണെങ്കിൽ എക്സാക്റ്റ് ചെറുതോണിയിലാണ് നമ്മുടെ കോളേജ് വരുന്നത്. ഡാമിൻ്റെ ഏറ്റവും അടുത്ത് തന്നെ നമ്മുടെ കോളേജ് വരുന്നത്. അപ്പം നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ ബാക്കിയുള്ള കോളേജിനെ വെച്ച് നോക്കുമ്പം ഒരു സിറ്റി ലൈഫിലോ അങ്ങനെയൊന്നുമല്ല. ഏകദേശം ഇപ്പോൾ ചെറുതോണി ടൗണിൽ നിന്നാണെങ്കിലും ടൗണിൽ നിന്നൊരു 1.5 കിലോമീറ്ററോളം മാറിയാണ് നമ്മുടെ കോളേജ് വരുന്നത്. അപ്പം അതിൻ്റേതായ ഇപ്പം തണുപ്പാണെങ്കിൽ നല്ല തണുപ്പും അങ്ങനെ നല്ലൊരു അന്തരീക്ഷത്തിൽ തന്നെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അല്ലാണ്ട് വലിയ ചൂടുകളോ അങ്ങനെയൊന്നും നമുക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടേ ഇല്ല. നല്ലൊരു കാലാവസ്ഥയാണ് ഇവിടെ നമുക്ക് ഇടുക്കിയിലുള്ളത്.
പിന്നെ നമുക്ക് എന്നും വെച്ച് നമുക്ക് സാധനങ്ങൾ ആക്സസിബിൾ അല്ലാന്നോ അങ്ങനെ ഒരു പ്രശ്നമില്ല. ചെറുതോണി എന്നൊരു ചെറിയ ടൗൺ ആണെങ്കിൽ പോലും നമുക്ക് എല്ലാ സാധനങ്ങളും ആക്സസിബിൾ ആണ്. ഈവൻ ഇപ്പം നമ്മുടെ ഹോസ്റ്റൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹോസ്റ്റലിൽ ഇപ്പം LH ആണെങ്കിലും MH ആണെങ്കിലും മെഡ് മാർട്ട് അങ്ങനെ ഓരോ മാർട്ടുകളുണ്ട്. അപ്പം നമുക്ക് അവിടെ എല്ലാ സാധനങ്ങളും ഓൾമോസ്റ്റ് ഇപ്പം പാൽ തൊട്ട് മുട്ട എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഓടിപ്പോയി രാത്രി വാങ്ങണമെങ്കിലും നമുക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളേ ഇല്ല. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിൻ്റെയും ഡെലിവറി ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ജിയോ മാർട്ട് ആണെങ്കിലും അപ്പോൾ നമുക്ക് ഒരു സാധനങ്ങൾ ആക്സസിബിൾ അല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അല്ല. എല്ലാവരുടെയും ഉള്ളിൽ ഇടുക്കിന്ന് കേൾക്കുമ്പോൾ അതൊക്കെയാണ് ഫസ്റ്റ് തോട്ട് വരിക. സാധനങ്ങൾ കിട്ടുമോ, ഒരു കാട്ടല്ലേ, എന്താ ചെയ്യുക, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇതുവരെ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ആദ്യം വരുമ്പോഴത്തേക്ക് നമ്മൾ ശരിയാണ് ടൗണിൽ നിന്നൊക്കെ, പ്രത്യേകിച്ച് ഇപ്പോൾ എറണാകുളം സൈഡിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഒരു ടൗൺ ലൈഫ് മാറി വിട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷേ നമുക്കിവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു അന്തരീക്ഷം നമുക്ക് പഠിക്കാനായിട്ടാണെങ്കിലും നല്ല പ്രകൃതിയോട് ഇണങ്ങിയുള്ളൊരു ക്യാമ്പസാണ്. എവിടെ നോക്കിയാലും നമുക്ക് പച്ചപ്പ് അങ്ങനെ മാത്രം നിറഞ്ഞൊരു ക്യാമ്പസുമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും. നമ്മൾ നിന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടമാവും, കൂടുതൽ ഇഷ്ടപ്പെടും. നമ്മുടെ ഈ കോളേജിലെ ഈ ലൈബ്രറി സൗകര്യങ്ങൾ, അതുപോലെ തന്നെ ലാബിൻ്റെ സൗകര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയറിൽ വരുവാണെങ്കിൽ 3 സബ്ജക്റ്റാണല്ലേ, അനാറ്റമി, ബയോകെമിസ്ട്രി, ഫിസിയോളജി. അപ്പോൾ നമുക്ക് 3ഉം ഒരേ ബ്ലോക്കിൽ തന്നെ, പ്രിൻസിപ്പൽ ബ്ലോക്കിൽ തന്നെയാണ് നമ്മുടെ ലാബുകളെല്ലാം വരുന്നത്. ഇപ്പോൾ അനാറ്റമിയിലാണെങ്കിൽ തന്നെ നമുക്ക് 100 പേർക്ക് 5 കഡാവേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് കേൾക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിൽ തന്നെ ഇപ്പം ഫസ്റ്റ് ചിലപ്പം ആദ്യത്തെ 10 പേർക്ക് പറഞ്ഞു തരും, പിന്നെ അടുത്ത 10 പേർക്ക് പറഞ്ഞു തരും. അല്ലാണ്ട് എല്ലാവരും കൂടെ കൂടി നിന്ന് കേൾക്കത്തില്ല, അങ്ങനെ ഒരു അവസരം ഒന്നും വരുന്നില്ല. ഇൻഡിവിജ്വൽ അറ്റൻഷൻ നമുക്ക് എല്ലാവർക്കും തരുന്നുണ്ട്. ഇൻഡിവിജ്വൽ അറ്റൻഷന് വേണ്ടി തന്നെ അവർ നമുക്കിപ്പം ഓരോ ടീച്ചേഴ്സിനെ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന കുട്ടികൾക്ക് ഇത്ര ടീച്ചേഴ്സ് അങ്ങനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോലും ഉണ്ട്. ഇപ്പം അനാറ്റമിയുടെ കാര്യമല്ല, ബയോകെമിസ്ട്രി ആണെങ്കിലും ഫിസിയോളജി ആണെങ്കിലും ഈവൻ നമുക്കിപ്പം എക്സാംസിൽ ഒരു സെഷനൽസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഏതെങ്കിലും ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ അറിയില്ല എങ്കിൽ നമുക്ക് ചോദിച്ചാൽ നമുക്കിപ്പോൾ ഫ്രൈഡേയ്സ് നമുക്കൊക്കെ 2 അവർ ബ്രേക്ക് ഉണ്ട്. അപ്പോൾ ആ 1 അവർ എക്സ്ട്രാ ബ്രേക്കിൽ നമുക്ക് അവർ ആക്സസിബിൾ ആക്കി തരും. നമുക്ക് നമ്മുടെ ലാബിൽ നമുക്ക് വീണ്ടും ചെയ്ത് നോക്കാം. അങ്ങനത്തെ ഒരു കാര്യങ്ങൾക്കും നോ പറയാത്ത ഒരു പ്രൊഫസേഴ്സിനെ തന്നെ നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികളെല്ലാവരും കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ളവരാണ്. അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുനിന്നുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരിവിടെ എത്തിച്ചേരുമ്പോൾ അവർക്ക് താമസിക്കാനുള്ളൊരു സൗകര്യം എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇവരുടെ ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റി, അതിലിപ്പോൾ ലേഡീസ് ഹോസ്റ്റൽ സെപ്പറേറ്റ് ഉണ്ട്, മെൻസ് ഹോസ്റ്റലും ഉണ്ട്. അപ്പോൾ ആ ഒരു ലേഡീസ് ഹോസ്റ്റലിൻ്റെ ഫെസിലിറ്റീസ് നമുക്കൊന്ന് ചോദിച്ചറിയാം. ഫെസിലിറ്റീസ് പറയാമെങ്കിൽ ബാക്കിയുള്ള കോളേജിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പല പല കോളേജിലുണ്ട്. അപ്പോൾ അവിടുത്തെ ഹോസ്റ്റലിൻ്റെ സിറ്റുവേഷൻ കാണുമ്പോൾ നമ്മുടെ ഹോസ്റ്റൽ സിറ്റുവേഷൻ എന്താ പറയുക, വളരെ അടിപൊളിയാണെന്ന് പറയാം. പുതിയൊരു ബിൽഡിംഗ് ആണ്, എല്ലാവിധ ഫെസിലിറ്റീസും, വാഷ്റൂം ആയാലും ശരി, വാഷ് ഏരിയ ആയാലും ശരി, മെസ്സ്, ഇതെല്ലാം വളരെ വിശാലമായിട്ട് തന്നെയുള്ള. പിന്നെ അതുകൂടാതെ ഭയങ്കര പ്രകൃതി രമണീയമാണ് നമ്മുടെ ഹോസ്റ്റലിൽ നിൽക്കുന്ന സ്ഥലം. ഒരു നമുക്ക് മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റൽ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു വിഷൻ ഉണ്ടായിരുന്നു, ദൈവമേ കഷ്ടപ്പാടായിരിക്കും, അവിടെ ചെന്നാൽ ഇടിഞ്ഞു പൊളിഞ്ഞ ബിൽഡിങ്ങൊക്കെ ആയിരിക്കും. പക്ഷേ അതെല്ലാം മാറ്റിയത് ഇവിടെ വന്നതിന് ശേഷമാണ്. കാരണം ഫസ്റ്റ് ഹോസ്റ്റലിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് സമാധാനം, ഓക്കെ താമസിക്കുന്ന സ്ഥലം കൊള്ളാം. ഒരു റൂമിൽ എത്ര പേരൊക്കെയാണ്? ഒരു റൂമിൽ 3 പേരാണ്. ഇപ്പോൾ ഫസ്റ്റ് ഇയേഴ്സിൽ നമ്മൾ 3 പേരാണ്. അറ്റാച്ച്ഡ് ബാത്റൂം അല്ല, കോമൺ ആണ്. പക്ഷേ എല്ലാം നല്ല വൃത്തിയായിട്ടുള്ള മെയിൻ്റനൻസ് ഉള്ള ഇതാണ്. എന്തായാലും മെസ്സായാലും ശരി, എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ഉള്ളൊരു ഇതാണ്. അപ്പോൾ നമുക്കിനി മെൻസ് ഹോസ്റ്റലിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളും ചോദിച്ചറിയാം. ഇപ്പോൾ പുതിയ ബിൽഡിംഗ് ആയതുകൊണ്ടുള്ള അതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും ഉണ്ട്. നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഹീറ്ററും വാഷിംഗ് മെഷീനും ഒക്കെ ഉണ്ട്. വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാ ഫ്ലോറിലും ഓരോന്നുണ്ട്. അപ്പോൾ നമുക്ക് അലക്കാനൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. പൊതുവെ നമുക്ക് ഇവിടെ വരുന്ന ഏറ്റവും തലവേദന ഉണ്ടാക്കുന്നതായിരുന്നു തുണി അലക്കുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ വളരെ സ്മൂത്തായിട്ട് നോക്കോളും. പിന്നെ സ്റ്റോർ ഉണ്ട്, നമുക്ക് എന്താണെങ്കിലും അവിടെ ഉണ്ട്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാം ഉണ്ട് അവിടെ. പിന്നെ കൺജസ്റ്റഡ് ഒന്നുമല്ല, റൂമിൽ നമ്മൾ 4 പേരാണ്, വലിയ റൂമാണ്. അതുകൊണ്ട് തന്നെ 4 പേർക്ക് സുഖമായിട്ട് നിൽക്കാം, അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ സീനിയേഴ്സും ഒക്കെ നല്ല കമ്പനി ആയതുകൊണ്ട് ഹോസ്റ്റൽ മൊത്തത്തിൽ നല്ല അടിപൊളി വൈബാണ്. ഇപ്പോൾ നമ്മുടെ ബ്രില്യൻറ്റിൽ മോഡൽ എക്സാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഓൾ യൂണിറ്റ് എക്സാമിലേക്ക് കുട്ടികൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു, ആ എക്സാംസ് എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ബ്രില്യൻറ്റിലെ ക്ലാസ് റൂമുകളും ആ ക്ലാസ്സിലെ പഠന സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ അവിടെ നടന്ന മോഡൽ എക്സാമിൻ്റെ എക്സ്പീരിയൻസും ആ ഒരു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് നമ്മുടെ ഇവിടെ ലക്ഷ്മിയുണ്ട്. അപ്പോൾ ലക്ഷ്മിയോട് ചോദിക്കും. ഞാൻ +2 കഴിഞ്ഞിട്ട് ഫസ്റ്റ് അപ്രോച്ചായിട്ട് വരുന്ന ബ്രില്യൻറ്റിലേക്കാണ്. +2 വരെ എന്താ പറയുക, എൻട്രൻസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ആക്ച്വലി ബേസൊക്കെ വളരെ കുറവായിരുന്നു. എന്നിട്ട് ഫസ്റ്റ് ബ്രില്യൻറ്റിലേക്ക് വരുമ്പം ഞാൻ മേരി ഗോൾഡ് ഹോസ്റ്റലായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചുറ്റിലുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ടോപ്പേഴ്സാണ്, ഇവർക്ക് ഫുൾ ഭയങ്കര ബേസ് ഉണ്ട്. എനിക്കൊന്നും അറിയില്ല. പിന്നെ അവിടെ എത്തിയപ്പോൾ ഞാൻ വെച്ചു ഓക്കെ ഫൈൻ, അവിടെ നിന്ന് പഠിച്ചെടുക്കാമെന്ന് വെച്ച് പിന്നെ പഠിക്കാൻ തുടങ്ങി. പിന്നെ അത്യാവശ്യം കുറേ ടൈം ഇരിക്കുമായിരുന്നു. പിന്നെ അവിടെ ഇരുന്നപ്പോൾ ഡെയിലി എല്ലാം വീക്ക്ലി എക്സാമിനൊക്കെ നടക്കുമ്പം
A+ കിട്ടാറില്ല. ഫുൾ അധികം A+* ആ റേഞ്ചൊക്കെ തന്നെയായിരുന്നു കിട്ടുന്നുണ്ടായിരുന്നത്. അപ്പം പിന്നെ എല്ലാവരും പറഞ്ഞു ഓക്കെ ഫൈൻ, മോഡൽ എക്സാം ആകുമ്പോഴേക്കും മാർക്ക് കിട്ടും, അങ്ങനെ ഒരു കോൺസെപ്റ്റായി. മോഡൽ എക്സാം തുടങ്ങുമ്പോഴേക്കാണെങ്കിൽ അപ്പോഴും ഗോവിന്ദ വീണ്ടും A+* ആ ലെവൽ അപ്പോഴും അവിടെ തന്നെ. പിന്നെ ഞാനപ്പം എന്താ പറയുക, മെൻ്റലി ഡൗൺ ആകുമ്പോൾ ഞാൻ സജിത് സാറിനെ അപ്രോച്ച് ചെയ്യും. പിന്നെ ഞാൻ സ്റ്റീഫൻ സാറിൻ്റെ അടുത്ത് പോകാറുണ്ട്. ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇപ്പോഴത്തെ എക്സാമൊന്നുമല്ല, ഫൈനൽ എക്സാം നോക്കാം അങ്ങനെ പറഞ്ഞിരുന്നു. പിന്നെ ആ ഒരു ദിവസം അത്യാവശ്യം നന്നായിട്ട് എഴുതാൻ പറ്റിയതുകൊണ്ട് ഇവിടെ ഒരു കോളേജ് കിട്ടി. പിന്നെ എനിക്ക് പറയാനുള്ളത്, അവിടെ നടത്തുന്ന വീക്ക്ലി എക്സാമോ മോഡൽ എക്സാമോ അതിന് A+ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ കൊണ്ടൊന്നുമില്ല. അന്നത്തെ ദിവസം നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത്, ആ ടൈമിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു മൊമെൻറ്റിലെ നമ്മളെ പ്രസൻസ് ഓഫ് മൈൻഡ്, അത് മാത്രമാണ്. ഇനിയിപ്പം ഫുൾ A+ കിട്ടിയിട്ടും അല്ലെങ്കിൽ ഫുൾ ക്യാഷ് പ്രൈസ് വാങ്ങിയിട്ട് തന്നെ അപ്പം പാനിക്കായാൽ തീർന്ന്. അപ്പോൾ നമ്മൾ അവിടുത്തെ എക്സാം എങ്ങനെയാണോ ബാലൻസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇരിക്കുക. പിന്നെ ഫാക്കൽറ്റീസ് ആണെങ്കിലും എപ്പോഴും ഡൗട്ട് ചോദിച്ചാൽ അവൈലബിൾ ആയിരുന്നു. പിന്നെ കോർഡിനേറ്റേഴ്സും വാർഡന്മാരും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പിന്നെ എൻ്റെ ഹോസ്റ്റലിലെ റൂംമേറ്റ്സും ഫ്രണ്ട്സും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഞാൻ എക്സാം പാലയിൽ നിന്ന് തന്നെ എഴുതിയത്. ഞാൻ അത്രയും നാളും അവിടെ നിൽക്കാൻ തന്നെ കാരണം എൻ്റെ ഫ്രണ്ട്സും പിന്നെ കോർഡിനേറ്റേഴ്സൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ ബ്രില്യൻറ്റിലെ മോഡൽ എക്സാം, ആ ഒരു മോഡൽ എക്സാമിൽ ഒരു പഠന രീതികൾ, അതിൽ കൂടുതലായിട്ട് ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ആദ്യം നമുക്ക് യൂണിറ്റ് എക്സാം ആണല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് അത്യാവശ്യം പഠിക്കാനും ടൈം ഉണ്ടാവുമായിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ +1 ഇപ്പം ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും +2 ടോപ്പിക്സാണ് കൂടുതൽ എടുക്കുക. അപ്പോൾ +1 ടോപ്പിക്സ് നമ്മൾ മറന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അത് ചിലപ്പോൾ റിവൈസ് ചെയ്യാൻ കുറച്ചേറെ ടൈം എടുക്കുമായിരിക്കും. അപ്പോഴത്തേക്കും കുറച്ച് പെൻഡിങ്സ് ഒക്കെ വരുമായിരുന്നു. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ അപ്പം കണ്ടിരിക്കുന്നത് ജസ്റ്റിൻ സാറിനെയൊക്കെയാണ്. അപ്പോൾ സാറ് പറഞ്ഞു, എന്താണോ പെൻഡിങ് വരുന്നത് അതവിടെ കിടക്കട്ടെ, അത് ഓർത്ത് ബേജാറാവാണ്ട് ഇപ്പം എന്താണോ പഠിക്കാൻ പറ്റുന്നത് അത് പഠിക്കുക, എന്നിട്ട് അടുത്ത കോമ്പിനേഷൻ യൂണിറ്റ് വരുമ്പോഴത്തേക്കും അത് നോക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷേ സാറ് പറഞ്ഞത് എത്രയോ കറക്റ്റായിരുന്നു. അപ്പം നമ്മൾ യൂണിറ്റിന് പഠിച്ചത് നമ്മൾ അത്ര പെട്ടെന്ന് മറന്നു പോകത്തൊന്നും ഇല്ലായിരുന്നു. കാരണം യൂണിറ്റ് എക്സാം കഴിഞ്ഞ് നമ്മൾ അന്ന് തന്നെ വന്നിട്ട് നമ്മൾ ആദ്യം നോക്കുക, ബ്രില്യൻറ്റിൻ്റെ കീ റിലീസ് ചെയ്തിട്ടുണ്ടാവും, അതും വിത്ത് വീഡിയോ സൊല്യൂഷനാണ്. അപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും നമ്മൾ എവിടെ ചിന്തിച്ചതിലാണോ പ്രശ്നം, അതോ നമ്മൾ ചെയ്ത സ്റ്റെപ്പിലാണോ പ്രശ്നം. കാരണം കംപ്ലീറ്റ് ഒരു 1.5 hours എടുത്തുള്ള ഓരോ സബ്ജക്റ്റിനും ഉള്ളൊരു വീഡിയോ സൊല്യൂഷനായിരുന്നു. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ നമ്മൾ നോക്കും, നമുക്കൊരു കറക്ഷൻ ബുക്ക് വെക്കുന്നത് ഏറ്റവും നല്ല ഉപകാരപ്രദമായിരിക്കും. കാരണം നമുക്ക് ലാസ്റ്റ് ടൈം ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മൾ പുതിയ ഇക്വേഷൻസ് ഒക്കെ ചിലപ്പം നമ്മൾ അപ്പോഴായിരിക്കും കാണുക. പക്ഷേ എന്നാൽ പോലും നമ്മൾ ആ കറക്ഷൻ ബുക്കിൽ നമ്മൾ സൈഡിൽ എഴുതി വെച്ചാൽ നമ്മൾ ലാസ്റ്റ് പെട്ടെന്ന് റിവൈസ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ അന്ന് തെറ്റിച്ചത് ഇവിടെ ആണ് എന്നൊരു മെമ്മറി നമുക്ക് അവിടെ പെട്ടെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഒരു കറക്ഷൻ ബുക്ക് വെക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പെൻഡിങ് വന്ന യൂണിറ്റിൻ്റെ ടോപ്പിക്സ് കോമ്പിനേഷൻ വന്നപ്പോഴത്തേക്ക് നോക്കി, അപ്പോഴും ചില ടോപ്പിക്സ് പെൻഡിങ് വന്നു. അല്ലെങ്കിൽ എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴായിരിക്കും തോന്നുക, അയ്യോ ഇത് മറന്നുപോയി, ഇത് നല്ലപോലെ പഠിച്ചതാണ്. അത് ചിലപ്പം വീണ്ടും കുറേ ഓൾ യൂണിറ്റ് വന്നപ്പോഴായിരിക്കും നോക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സാം ഒന്നും നമ്മൾ മിസ്സാക്കല്ലേ. കാരണം എല്ലാവരും നമ്മൾ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നമ്മൾ എത്രയും കാണാൻ പറ്റുമോ അത്രയും നമ്മൾ ചിലപ്പം NCERT-യിലുള്ളത് തന്നെ നമ്മളിപ്പം കഴിഞ്ഞ എക്സാമിന് നമ്മൾ കണ്ടു. NCERT-യിലുള്ളത് തന്നെ ഒരു ഡീപ്പ് മീനിങ് ഉണ്ട്. NCERT ആണ് സിലബസ് എന്ന് പറഞ്ഞാലും അത് നമ്മൾ മനസ്സിലാക്കിയതിൽ തന്നെ ഡീപ്പ് മീനിങ് ഉണ്ട്. ഇപ്പോൾ അസേർഷൻ ആണെങ്കിലും റീസൺ ആണെങ്കിലും ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കണം എന്നില്ല റീസൺ. അപ്പം ബ്രില്യൻറ്റിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അത് കൂടാണ്ട് ഒരു 10 സെറ്റോളം എക്സ്ട്രാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് കിട്ടും, ഡെയിലി നടത്തുന്ന മോഡൽ എക്സാംസ് കൂടാണ്ട്. പിന്നെ നമ്മുടെ ഇ ലേണിംഗ് ആപ്പിലാണെങ്കിൽ നമുക്ക് എക്സാമിന് മുമ്പ് നമുക്ക് പ്രീ മോഡൽസ് നമുക്ക് ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഏറ്റവും ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. കാരണം നമ്മൾ എക്സാമിൻ്റെ തലേന്നാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ പ്രീ മോഡൽസ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈവൻ അതിന് പോലും നമുക്ക് 1 hour വീഡിയോ സൊല്യൂഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. നമുക്കിപ്പോൾ ലാസ്റ്റ് മൊമെൻ്റ് ആണെങ്കിലും ഈവൻ നമ്മൾ ജസ്റ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് എക്സാം ഹാളിൽ പോയിരിക്കുന്ന 1/2 hours കൊണ്ട് പോലും നമുക്ക് പല ടോപ്പിക്കും റിവൈസ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. നീറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഓരോ വിദ്യാർത്ഥിയും പ്രിപ്പയർ ചെയ്യുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ഒരു 3 മണിക്കൂർ എക്സാം എഴുതുമ്പോഴുള്ള ടൈം മാനേജ്മെൻറ്റ്. അതോടൊപ്പം തന്നെ ഓരോ സബ്ജക്റ്റിനും നൽകേണ്ടതായ ടൈം. ഇനി ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോകുമ്പോൾ അതിൽ പാനിക് ആവാതിരിക്കുക. അതോടൊപ്പം നമുക്ക് അറിയില്ലാത്ത ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് ബുദ്ധിപൂർവ്വം സ്കിപ്പ് ചെയ്യുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു നീറ്റ് എക്സാം എഴുതിയ സമയത്ത്, മുന്നോട്ടേക്ക് ഓരോ എക്സാമുകൾ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ഏറ്റവും അധികം ബെറ്ററായിട്ടുള്ള കാര്യം ഏത് കാര്യമായിരുന്നു നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയത്? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പാനിക്കാവുന്നത് തന്നെയാണ്. എക്സാമിന് ഇപ്പോൾ പഠിച്ചു പോയത് അറിയാതെ മാറ്റി കുത്തിയെന്ന് വിചാരിച്ചാൽ തന്നെ പിന്നെ ബാക്കി ഉള്ള ക്വസ്റ്റ്യൻസ് മൊത്തം ഞാൻ കളയും. അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ടെൻഷനാവും. അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എത്തിക്കും, മര്യാദക്ക് വായിക്കില്ല, അങ്ങനത്തെ കുറേ ഇതൊക്കെ. അപ്പോൾ എനിക്ക് തുടക്കത്തിലൊക്കെ ടൈം മാനേജ്മെൻറ്റ് കുഴപ്പമില്ലായിരുന്നു. യൂണിറ്റ് എക്സാമിനൊന്നും എനിക്ക് വലിയ വിഷയം ഉണ്ടായില്ല. ഈ കമ്പൈൻഡ് തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി
പല പല ടോപ്പിക് വരുമ്പോൾ നമ്മൾ എല്ലാം ആലോചിച്ചിരുന്ന് ചെയ്യണമല്ലോ. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് അത്ര ശരിയായി വന്നില്ല. പിന്നെ ലാസ്റ്റ് ഓൾ യൂണിറ്റ് ആയി വന്നപ്പോൾ പ്രാക്ടീസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് പേപ്പർ പ്രാക്ടീസ് ചെയ്ത്, അതിപ്പോൾ എക്സാം മാത്രമല്ല ഹോസ്റ്റലിൽ സ്റ്റഡി ലീവ് കിട്ടുമ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ ഓരോന്നെടുത്തിട്ട് പ്രീവിയസ് ഇയർ ചെയ്ത് ടാബിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത്, അപ്പോൾ ഒന്നും കൂടി ടൈം മാനേജ്മെൻറ്റ് ആക്കും. അതായത് ഞാൻ ഇങ്ങനെ വെച്ചു 3 മണിക്കൂറാണല്ലോ എക്സാം, അപ്പോൾ ഒരു 2.5 മണിക്കൂറിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം തീർക്കാൻ ശ്രമിച്ചായിരുന്നു. അപ്പോൾ തീരില്ല എങ്കിലും മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എത്താം. അപ്പോൾ പിന്നെ ലാസ്റ്റ് ആ ഓൾ യൂണിറ്റ് എത്തിക്കഴിഞ്ഞപ്പോൾ ടൈം മാനേജ്മെൻറ്റ് പിന്നെയും എൻ്റെ കയ്യിൽ കിട്ടി. പക്ഷേ എന്തൊക്കെ എന്നാലും നീറ്റിൻ്റെ സമയത്ത് എന്താ പറയുക, ഇപ്പോൾ ലക്ഷ്മി പറഞ്ഞ പോലെ ആ സമയത്ത് നമ്മൾ എന്താണോ ആ ഒരു സമയത്ത്, അതെ, അപ്പോൾ എന്ത് വന്നാലും ഇപ്പോൾ അറിയാത്തയാണെങ്കിലും അറിയാത്തയാണെങ്കിൽ അത് അവിടെ വെക്കുക, ബാക്കി അടുത്തതിലോട്ട് പോവുക. കാരണം ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ പറയാൻ ഈസിയാണ്, എങ്കിലും ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, ഞാൻ വളരെ ടെൻഷനുള്ള ഒരാളാണ്. അപ്പോൾ അത് എല്ലാവരും എൻ്റെ അടുത്ത് പറയും, വീട്ടുകാരായാലും പ്രൊഫസേഴ്സ് ആയാലും. ഇപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ എപ്പോഴും പറയും, സ്നേഹ നീ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, എല്ലാം ശരിയാവും, പഠിച്ചാൽ മതി. പക്ഷേ അത് ടെൻഷൻ ഇല്ലാണ്ടാക്കുക എന്ന് പറയുന്നത് പറ്റുന്ന കാര്യമല്ല. അപ്പോൾ മാക്സിമം നമ്മളെ തന്നെ വിശ്വസിക്കുക, പറ്റും. നമ്മളെന്തായാലും ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ഒരു ഫൈനൽ റിസൾട്ട് ഉണ്ടാവും, ഏത് രീതിയിലായാലും. അപ്പോൾ അങ്ങനെ വിശ്വസിച്ച് പോവുക, പഠിച്ചത് ഒന്നും കൂടി റിവൈൻഡ് ചെയ്യുക. കാരണം ഞാൻ തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസൊക്കെ ഒരു ബുക്കിൽ എഴുതി വെക്കുമായിരുന്നു. എന്നിട്ട് പറ്റുന്ന ക്വസ്റ്റ്യൻസൊക്കെ എക്സാമിൻ്റെ തലേദിവസം ഒന്നും കൂടി നോക്കും. മെയിൻലി ഞാൻ ഫിസിക്സ് ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ, കാരണം ഫിസിക്സ് ആണെങ്കിൽ കൂട്ടത്തിൽ ഏറ്റവും ടഫ് ടോപ്പിക്ക്. അപ്പോൾ പ്രോബ്ലംസ് എനിക്ക് പെട്ടെന്ന് ഇക്വേഷൻസ് കിട്ടില്ല, അല്ലെങ്കിൽ ചെയ്ത് വരുമ്പോൾ സ്റ്റെപ്സിൽ മാറ്റം വരും, പിന്നെ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതൽ, ഇതൊക്കെയാണ് എൻ്റെ പരിപാടി. അപ്പോൾ ചെയ്താലും ആ ഒരു ശ്രദ്ധക്കുറവ് കാരണം മാർക്ക് വന്ന ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഫിസിക്സിൽ കുറച്ചും കൂടുതൽ ഫൈനൽ എക്സാമിൻ്റെ സമയം കോൺസെൻട്രേറ്റ് ചെയ്തായിരുന്നു. പിന്നെ ബയോളജീൻ്റെ ടെക്സ്റ്റ് വായിക്കുമായിരുന്നു. കെമിസ്ട്രിയിൽ ഓർഗാനിക്കും ഇനോർഗാനിക്കിലെ ബി ബ്ലോക്ക്, എസ് ബ്ലോക്ക്, അതൊക്കെ ടെക്സ്റ്റ് വായിച്ച് തന്നെ ഇതാക്കിക്കൊണ്ടെന്ന് വെച്ചാൽ. പിന്നെ പ്രോബ്ലംസ് എന്തായാലും ചെയ്ത് പഠിക്കുക. കാരണം നമുക്ക് ആ ഒരു എക്സാം ടൈമിൽ കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ നമ്മളും ചെയ്ത് പഠിച്ചേ പറ്റൂ. ഇതിപ്പോൾ എത്ര നമുക്കറിയാമെന്ന് പറഞ്ഞാലും നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നാണല്ലോ. അപ്പോൾ അത്രയൊക്കെ തന്നെ. കാരണം പിന്നെ വിശ്വസിക്കുക, ചെയ്യാൻ പറ്റും. കാരണം ഇത്ര ഹാർഡ് വർക്ക് ചെയ്ത സ്ഥിതിക്ക് എന്തായാലും ഒരു ഫൈനൽ ഔട്ട്പുട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇവരുടെ എല്ലാ വാക്കുകളും കേട്ടും 2025 ഏറ്റവും ടഫസ്റ്റ് ആയുള്ള എക്സാം വളരെ അനായാസം പഠിച്ച് കയറി എക്സാം എഴുതി വിജയിച്ച് വന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും. അപ്പോൾ ഇവരുടെ വാക്കുകൾ തീർച്ചയായിട്ടും ഈ 2026 എക്സാം എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രചോദനമാവും. അപ്പോൾ അവരുടെ അനുഭവങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ അനുഭവത്തിലൂടെ മുന്നോട്ടേക്ക് നിങ്ങളും വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, ധൈര്യമായിട്ടിരിക്കുക, വളരെ കോൺഫിഡൻസോടുകൂടി എക്സാമിന് വേണ്ടി തയ്യാറെടുത്തുകൊള്ളുക. അപ്പോൾ 2026 എക്സാം എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.